നമ്മുടെ സ്കിന്നില്ലേ സൂപ്പറായിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി നമ്മളൊരു സ്പെഷ്യൽ ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നെയോ റെഡി ആകുന്നതിന് മുന്നെയോ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരൊറ്റ തവണയെങ്കിലും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്നുകിൽ തലേ ദിവസം യൂസ് ആക്കുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ യൂസ് ആക്കുക. ഉറപ്പായും നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു ലുക്ക് വരുന്നത് മേക്കപ്പ് ചെയ്യുമ്പം അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഗ്ലോ ഫേസിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ആവാൻ പോകുന്ന ഒരു റുട്ടീൻ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആർക്കൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടത്, ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചന്ദനത്തിൻ്റെ പൊടി സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആകും. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് വേണം എന്നാണെങ്കിൽ തീർച്ചയായും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടുന്നത്, ഓൺലൈനിൽ കിട്ടുന്ന ഐറ്റംസൊക്കെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതൊന്നും വേണ്ട എന്നാണെങ്കിൽ, ഒറിജിനൽ ചന്ദനം കിട്ടുന്നവരാണെങ്കിൽ അത് തന്നെ യൂസ് ആക്കുക. നിങ്ങൾക്കത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, അത് കൊടുത്ത് മേടിച്ചിട്ട് അല്ലെങ്കിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അടുത്തൊക്കെ അവൈലബിൾ ആണ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് മേടിച്ച് യൂസ് ആക്കുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനത് പറയേണ്ട കാര്യമില്ല, സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അതല്ലാന്നാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി എടുത്തു, 1 സ്പൂൺ അരിപ്പൊടി എടുത്തു. അതെല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. അടുത്തായിട്ട് ഞാനിവിടെ യൂസ് ആക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഇവിടെ ബഞ്ചാറാസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിൽ ഇതിൽ മാറ്റമൊക്കെ വരുത്താം. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിൽ സ്കിന്നെ സോഫ്റ്റ് ആക്കാനും നറിഷ് ചെയ്യാനും, എന്നാൽ നമുക്ക് നിറയെ മുഖക്കുരു വരിക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. സോ പാലൊക്കെ യൂസ് ആക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വന്നിട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഇതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, സെറ്റാവും എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 സ്പൂൺ പാലും 1 സ്പൂൺ റോസ് വാട്ടറും ചേർത്ത് കൊടുത്തപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ റോസ് വാട്ടർ എടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്താലും മതി കേട്ടോ. അപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർ പാലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വേണമെങ്കിലും അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം പാലെടുക്കുക, ബാക്കി നിങ്ങൾ വെള്ളം ചേർത്താലും മതി. നന്നായിട്ട് തന്നെ വർക്കാകും. അതിലിപ്പോൾ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ 1 സ്പൂണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരല്പം പാലോ തൈരോ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടാവില്ല, അത് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യാനും സ്കിൻ ഗ്ലോ ആകാനും സോഫ്റ്റ് ആവാനും എല്ലാത്തിനും റോസ് വാട്ടറും സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തപ്പം കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ചന്ദനവും മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദനം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. നന്നായിട്ട് ഒരു ആദ്യത്തെ യൂസിൽ തന്നെ നല്ല വ്യത്യാസം അറിയണം എന്നുണ്ടെങ്കിൽ ചന്ദനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അതും പ്യുവറായിട്ടുള്ള ചന്ദനം കിട്ടും എന്നാണെങ്കിൽ എനിക്കത് പറയാൻ തന്നെ മടിയാണ്. ബിക്കോസ് അത് അത്ര എക്സ്പെൻസീവ് ആണ്, പിന്നെ ഒട്ടും അവൈലബിൾ അല്ല. അത്രയും ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. വളരെ കുറച്ച് മാത്രമാണ് അത് കിട്ടുന്നത്. അത് അത്രയും റെയർ ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ച് യൂസ് ആക്കുക. അപ്പോൾ ചന്ദനത്തിൻ്റെ പൊടിയും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നമ്മുടെ ഈ അങ്ങാടി മരുന്ന് കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് കിട്ടും. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആയുർവേദ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നും നമുക്ക് പ്രോപ്പറായിട്ടുള്ള നല്ല വേറെ കേടൊന്നും വരാത്ത, നമുക്ക് മുഖത്തിന് കേടൊന്നും തരാത്ത നല്ല ഐറ്റംസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് അവിടെ നിന്നൊക്കെ മേടിച്ച് യൂസ് ആക്കാം. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ഒറിജിനലായിട്ടുള്ള സംഭവം കിട്ടുന്നത്, മേടിക്കാനായിട്ട് പറ്റുന്നത്, അപ്പോൾ തീർച്ചയായും നമുക്കത് ട്രൈ ചെയ്യാം ഒബ്വിയസ്ലി. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പം
ഞാൻ ഇത് കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും. വെള്ളം കുറയ്ക്കാനായിട്ട് അരിപ്പൊടിയും ചന്ദനവും ചേർക്കുമ്പം അത് കൂടിയിട്ട് കട്ടിയാവും. അങ്ങനെ ഞാനൊരു പരിധിക്ക് അങ്ങനെ ബാലൻസ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. പാലും റോസ് വാട്ടറും ചന്ദനവും അരിപ്പൊടിയും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓയിലി സ്കിൻകാരാണെങ്കിൽ പാല് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം, വേണ്ടാന്നാണെങ്കിൽ ഇല്ലെങ്കിലോ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഓപ്ഷണലാണ്. പക്ഷേ നിങ്ങളെല്ലാം കയ്യിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാം സെറ്റാവും, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ചേർക്കുന്നത് നല്ലതാട്ടോ. നന്നായിട്ട് വർക്കാകും, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും, പെട്ടെന്ന് ഗ്ലോ വരും. അതുപോലെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ നമ്മുടെ സ്കിന്നിന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു നമ്മളൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളായിരിക്കുകയാണെന്നുള്ള ഒരു ഇതുണ്ടാവാണ്ട് നല്ല രീതിയിൽ ഒരു നേർച്ചറിങ് എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും, സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകുന്നതും അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല മണമുണ്ട്. എക്സ്പ്രഷനിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ് ആയിപ്പോയതാണ്. ഇത് അരിപ്പൊടിയുടെ മണമാണോ ചന്ദനത്തിൻ്റെ മണമാണോ? ഒബിയസ്ലി അത് റോസ് വാട്ടറിൻ്റെയും ചന്ദനത്തിൻ്റെയും മണമാണ്. നല്ല മണമുള്ള പാക്കാട്ടോ. നമുക്ക് മണമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു സെൽഫ് കെയർ ഡേ, ഒരു റൊമാൻറ്റിസൈസിങ് ഡേ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കൊക്കെ റൊമാൻറ്റിസൈസിങ് ഡേ ഒക്കെ ആചരിക്കാറുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ആചരിക്കാറുണ്ട്. അങ്ങനത്തെ ദിവസങ്ങളിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. റോസ് വാട്ടറും ചന്ദനമൊക്കെ ആകുമ്പോൾ ഭയങ്കര കാമിങ് ആണ്, നന്നായിട്ട് സൂത്തൻ ചെയ്യും, നമ്മുടെ മൂഡ് ലിഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുറച്ച് ഡള്ളാണ്, മൈൻഡ് ഔട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നും നല്ലതാണ്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡേയ്സിന് മാത്രമല്ല, അതല്ലാത്ത വേറെ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ നാച്ചുറലി നമുക്ക് ഒരു ഗ്ലോ അപ്പ് റുട്ടീനൊക്കെ ചെയ്യുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ആക്കാം. ഞാൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പോൾ ഞാൻ കരുതി നിർത്തി ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കാമെന്ന്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. ബോറടിക്കുമെന്ന് കരുതിയിട്ടാണ് സ്പീഡിൽ തന്നെ നിർത്താതെ സംസാരിക്കുന്നത്. എനിക്കങ്ങനെ സൂപ്പർ ടാലൻ്റ് ഒന്നും ഇല്ല, പലരും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസിന് നല്ല ഒരുപാട് പേര് ഇരുന്ന് കാണാറുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും സ്പീഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളല്ല, ഭയങ്കര സ്ലോ ആണ്. ഞാൻ ഒരുപാട് നാൾ ട്രെയിൻ ചെയ്തിട്ടാണ് എനിക്ക് സ്പീഡിൽ സംസാരിക്കാനുള്ള ഒരു രീതിയിൽ ഞാൻ കൊണ്ടെത്തിച്ചത്. ഒരുപാട് നാളെന്ന് പറയുമ്പോൾ അതിൽ വർഷങ്ങളുടെ കണക്കുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സ്പീഡിൽ സംസാരിക്കാൻ ഇഷ്ടവും അല്ല, അങ്ങനെ വരുമില്ല. അത് ഞാൻ എന്നെ തന്നെ സ്ട്രെസ് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവണമല്ലോ എന്ന് കരുതിയിട്ടാണ് സ്പീഡിൽ സംസാരിച്ചത്. ബേസിക്കലി ഞാൻ അങ്ങനെയല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ പതുക്കെ പറയണം, അല്ലെങ്കിൽ നിർത്തി പറയണം, എന്തിനെങ്ങനെ സംസാരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ ഒരു അഭിപ്രായം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത്ര പതിയെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പം നിങ്ങൾക്ക് 2x2 ഒക്കെ ആയിട്ട് കാണാമല്ലോ. 2x2 ഒക്കെ ആയിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് വരും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ 15 മിനിറ്റ് ഒരു പാക്ക് മുഖത്ത് വെച്ചിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഉരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക, വെള്ളമൊക്കെ തളിച്ചിട്ട്, എന്നിട്ട് കഴുകിക്കളയുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. സിറം, ടോണർ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ യൂസ് ആക്കാം. ബേസിക്കലി ഒരു മോയ്സ്ചറൈസർ എങ്കിലും അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ സ്കിൻ ഓൾറെഡി നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെയോ മറ്റന്നാൾ ഒരു ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. തലേ ദിവസം രാത്രി ചെയ്താൽ രാവിലെ അടിപൊളി സൂപ്പർ ഗ്ലോയിങ് സ്കിൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്ത് പോവുക. നിങ്ങളുടെ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ നല്ലതായിട്ട് മാറും കേട്ടോ, നന്നായിട്ട് സൂപ്പറാവും. കുറേ നാളുകൊണ്ട് ഒരു സ്കിൻ കെയറും ചെയ്യാത്തവരാണെങ്കിൽ, പാക്കൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിലൊരു വ്യത്യാസം ഉണ്ടാവും. അടിപൊളി പാക്കാണ്. നിങ്ങൾക്ക് ഓണം ഫംഗ്ഷനൊക്കെ മുന്നേ ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓണം ഫംഗ്ഷന് മുന്നേ ആയിട്ട് ചെയ്ത് നോക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ചന്ദനമൊന്നും ഇല്ലയെന്നാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വേറെ പാക്സ് ഉണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.